ഹലോ ഗൈസ്, അപ്പോൾ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്ത് പോയിട്ടൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ കൊറോണ നല്ല സീനായി. അപ്പോൾ നമുക്ക് പുറത്ത് പോയിട്ടൊന്നും വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ വീട്ടിലിരുന്നിട്ട് എന്ത് വീഡിയോ ചെയ്യും എന്നുള്ള ഇങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മൾ ചെക്കന്മാർ പറഞ്ഞ് പാചകം ചെയ്ത് നോക്കിയെന്ന്. അപ്പോൾ എന്തായാലും നമ്മൾ ഫസ്റ്റ് ടൈം ആയിട്ട് പാചകം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഐറ്റം എന്ന് പറയുന്നത് കപ്പ മുട്ട, മുട്ടക്കപ്പ, അങ്ങനത്തെ രണ്ട് പേരിലൊക്കെ അറിയപ്പെടും. പലയിടത്തും പല രീതിയിലാണ് പറയുന്നത്. അപ്പോൾ കപ്പ എന്ന് പറയുമ്പോൾ മരിച്ചീനി, മറ്റേ പൂളക്കിഴങ്ങ്, കൊള്ളി, അപ്പോൾ അങ്ങനെ പല പേരിലും അറിയപ്പെടും എല്ലാ നാട്ടിലും. അപ്പോൾ ആ സംഭവം കൊണ്ട് മുട്ടക്കപ്പ എന്ന് പറഞ്ഞ ഒരു ഐറ്റമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ മിസ് ചെയ്യുന്നത് തട്ടുകട ഫുഡാണ്. ഇപ്പോൾ നൈറ്റ് തട്ടുകട ഉണ്ടാവും. ആ തട്ടുകടത്തെ ഫുഡൊന്നും ഇപ്പോൾ കിട്ടില്ല നമുക്ക് കൊറോണ കാരണം. അപ്പോൾ ഒരു പുതിയൊരു ഐറ്റമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ആ വീഡിയോയിലേക്ക് പോകാം. ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പറയണത് കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ കുക്കറിൽ ഒരു 3 വിസിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്, ഉപ്പിട്ട് വേവിച്ചാണ്. പിന്നെ നെക്സ്റ്റ് നമ്മൾ രണ്ട് ഉള്ളി ചെറുതാക്കി നുറുക്കിയത്, പിന്നെ ഒരു 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്, പിന്നെ പച്ചമുളക്, പിന്നെ കുരുമുളക്, പെപ്പർ. അപ്പോൾ ഇതാണ് നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള ഒരു 5 ഘടകങ്ങൾ ഇതാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് പോകാം. നമ്മൾ പാത്രം ചൂടായിട്ടുണ്ട്. അപ്പോൾ ചൂടായ ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ എവിടെ? ഫസ്റ്റ് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് മുട്ട ഒന്ന് ചെറുതായിട്ട് ഒന്ന് കൊത്തിവറവ് ഉണ്ടാക്കില്ലേ, ആ സംഭവം ഉണ്ടാക്കിയാണ്. നമുക്കിതിന് മുട്ട കുറച്ച് ആവശ്യം. അപ്പോൾ എല്ലായിടത്തും എണ്ണ ആയിക്കോട്ടെ. അപ്പോൾ നമ്മൾ പാത്രം ചൂടായിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കോഴിമുട്ട ചേർക്കാൻ പോണ്. ഫസ്റ്റ് നമുക്ക് കോഴിമുട്ട ചേർക്കാം. നമ്മൾ അടുത്തത് കുറച്ച് പച്ചമുളക് അതിനിട്ട് കൊടുക്കാം. കുറച്ച് പച്ചമുളക് അതിട്ടാം. പിന്നെ കുറച്ച് പെപ്പർ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വേവേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കൊത്തിയെടുത്താൽ മതി. അത് മതി. ഇനി അത്ര വേവിക്കുന്നു വേണം. ഇപ്പോൾ കപ്പയിലിട്ട് കാരണം അത്ര വേവൊന്നും വേണം. അപ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കാം. നമുക്ക് ഉള്ളിലേക്ക് ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ കുറച്ച് എണ്ണ ഫസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഇട്ടാൽ നല്ലത്, ഓരോന്നും ചേർക്കണ്ട. കുറച്ച് എണ്ണ ചൂടാവും വയ്ക്കാം. എണ്ണ ചൂടാവൂ, വേഗം ചൂടാവൂ. നെക്സ്റ്റ് നമുക്ക് ഉള്ളി ഒന്ന് വാട്ടിയെടുക്കണം. നന്നായിട്ട് വാട്ടൊന്നും വേണ്ട, ജസ്റ്റ് അതിൻ്റെ ഒന്നും വാട്ടിയെടുത്താൽ മതി. നന്നായിട്ട് അതിൻ്റെ ഒരു പപ്പൊന്ന് പോയിരിക്കാം. നെക്സ്റ്റ് നമ്മൾ ബാക്കിയുള്ള പച്ചമുളക് കൊടുക്കാം. പിന്നെ നമ്മുടെ കുറച്ച് പെപ്പർ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി കുറച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ
പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇൻഗ്രീഡിയൻസിന്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. മസാലയുടെ ആവശ്യമുണ്ട്. അപ്പോൾ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മുളകും പൊടിയും ചേർത്ത് കൊടുക്കുക. മുളകും പൊടി സാധാ മുളകും പൊടി ഇട്ടു. എണ്ണ കുറച്ച് ലോയാണ്, കുറച്ച് എണ്ണ കുറവുണ്ട്. കപ്പതിക്ക് ചേർക്കാൻ പോകണം. നമ്മള് കപ്പ ചേർക്കുന്നത്. അപ്പൊ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മസാല ഒക്കെ പിടിക്കുക. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നാടൻ നമ്മളിപ്പോ കൂടുതലായി മിസ്സിങ് വരുന്ന ഇപ്പോ തട്ടുകടയൊക്കെ വരും. ഇപ്പൊ നൈറ്റ് കട ഒന്നും ഇല്ലാത്ത കാരണം തട്ടുകടത്തെ ഫുഡ് നന്നായി മിസ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ തോന്നിയാണ് മുട്ടക്കപ്പ ഉണ്ടാക്കാൻ. അപ്പൊ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മസാലയൊക്കെ ആ കപ്പയിൽ പിടിക്കണ രീതിയിൽ നന്നായി മിക്സ് ചെയ്യുക. നമ്മളുടെ മെയിൻ ആയിട്ട് നമ്മളെ കോഴിമുട്ട ചേർക്കാൻ പോകണം. നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചതാണ്. നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച കോഴിമുട്ട നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കോഴിമുട്ട നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് മെയിൻ ഇതാണ് നമ്മളെ എന്താണ് കപ്പ മുട്ട എന്ന് പറഞ്ഞ സാധനം സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. പുതുപ്പോൾ തന്നെ കഴിക്കാനൊക്കെ തോന്നുന്നുണ്ട്. ഓ ഒരേ പൊള്ളി. സെറ്റ് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊന്നും കുറച്ചും കൂടി ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ഗ്ലാസ് ഉപയോഗിച്ച് നല്ല വക്കുള്ള ഗ്ലാസ് ഉപയോഗിച്ചിട്ട് മിക്സ് ചെയ്യാണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ജാമാക്കി കൊടുക്കുക. അപ്പോൾ കോഴിമുട്ടയും കപ്പയും കൂടുതൽ തമ്മിൽ മിക്സ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. സെറ്റ് ആയിട്ട് നമ്മളെ കപ്പമുട്ട റെഡി ആയിട്ട്. ഇനിയിപ്പോൾ നമുക്കിതൊരു വേറെ പാത്രത്തിൽ ഇട്ടിട്ട് കഴിപ്പിച്ച് വെക്കാം. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ സാധനം ടേസ്റ്റ് ഉണ്ടോയെന്ന് അറിയണമല്ലോ. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇതൊരു വേറൊരു പാത്രത്തിൽ ഇട്ടേക്കാം. അപ്പൊ നമ്മള് ചെക്കന്മാരൊക്കെ ഞാൻ വിളിച്ചിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോ മുട്ടക്കപ്പ കപ്പ മുട്ട ആ സാധനമാണ് ഇവരെ കൊണ്ടാണ് നമ്മൾ ടേസ്റ്റ് ചെയ്യിപ്പിക്കുന്നത്. ഉണ്ടാക്കിയ സാധനം ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ അറിയണ്ടേ. അപ്പൊ എന്തായാലും നമ്മൾ ഈ ചെക്കന്മാരെ കൊണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. അപ്പൊ നമ്മള് തട്ടുകട ഫുഡായ കപ്പ മുട്ട മുട്ടക്കപ്പ ഇങ്ങനെ വെച്ചാൽ പറയാം. അപ്പൊ അതിന്റെ കട്ടൻ ചായം കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളെ ചെക്കനെ കൊണ്ട് നമ്മൾ ടേസ്റ്റ് ചെയ്യിപ്പിക്കാണ്. അബിയ ടേസ്റ്റ് ചെയ്യാറാ. ഞാൻ ഉണ്ടാക്കിയ സാധനമാണ്, എങ്ങനെ ഉണ്ടെന്ന് പറയും. ഓ ഫസ്റ്റ് സാധനം എന്നെ അവനെ നിലത്ത് പോയി. എങ്ങനെ റബിയ പൊളി? ഓ പൊളി എന്നൊക്കെ പറയുന്നുണ്ട്. ചെക്ക ആസ്വദിച്ച് കഴിച്ചോട്ടെ.